സർക്കാരിന്റെ സിനിമ നയരൂപീകരണ ചർച്ചയിൽ പത്മപ്രിയയും മന്ത്രി സജി ചെറിയാനും തമ്മിൽ തർക്കം. നയരൂപീകരണത്തിനായുള്ള കരടിൽ മാറ്റം വേണമെന്ന് പത്മപ്രിയ ആവശ്യപ്പെട്ടു. ഇതുവരെയുള്ള യോഗങ്ങളിൽ പങ്കെടുക്കാതെ ആദ്യമായി വന്ന എതിർപ്പ് പറയുന്നതിൽ എന്താർത്ഥമെന്ന് മന്ത്രി ചോദിച്ചു. ഇതിനെ ചൊല്ലിയാണ് തർക്കമുണ്ടായത്. വിവരങ്ങളുമായി ബിനിൽ ലീല സാബു നമുക്കൊപ്പം ചേരുകയാണ്. ബിനിൽ, ഈ കരടിൽ എന്തു മാറ്റമാണ് പത്മപ്രിയ ആവശ്യപ്പെട്ടത്? ഈ തർക്കം പരിഹരിക്കപ്പെട്ടോ? ബിനിൽ, സംസ്ഥാന സർക്കാരിന്റെ സിനിമാ നയരൂപീകരണം അതിന്റെ അവസാന ഘട്ടത്തിലാണ്. 6 മാസത്തിനുള്ളിൽ സിനിമാ നയം പൂർത്തിയാകുമെന്നാണ് മന്ത്രി അറിയിച്ചത്. നമുക്കറിയാം, നേരത്തെ സംവിധായകൻ ഷാജി എൻ കരുണിനെ അധ്യക്ഷനാക്കിയാണ് സമിതിയെ നിയോഗിച്ചത്. അതിന്റെ പ്രാരംഭ നടപടികൾ പൂർത്തിയാക്കി അതിന്റെ കരട് രൂപരേഖ തയ്യാറായിരുന്നു. അത് സർക്കാരിന് കൈമാറുകയും ചെയ്തതാണ്. അദ്ദേഹം മരിക്കുന്ന മുമ്പ് തന്നെ ഈ രൂപരേഖ കൈമാറിയതാണ്. അതിന്റെ ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്കറിയാം, അടുത്ത ഓഗസ്റ്റ് മാസം 2-3 തീയതികളിലാണ് സിനിമാ കോൺക്ലേവ് നടക്കുക. അതിലാണ് ഈ നയരൂപീകരണ ചർച്ച പൂർണ്ണമായും അതിലാണ് നടക്കുക. ഇന്നിപ്പോൾ ചലച്ചിത്ര മേഖലയിലെ ആളുകളുമായി, നടീനന്മാരുണ്ടായിരുന്നു, മറ്റ് പ്രവർത്തകരുണ്ടായിരുന്നു, അവരുമായി ഒരു ചർച്ച, ഒരു യോഗം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. അതിൽ പത്മപ്രിയ ഓൺലൈനായിട്ടാണ് പങ്കെടുത്തത്. അതിലാണ് ഒരു തർക്കം ഉടലെടുത്തത്. അതായത്, ഇപ്പോഴുള്ള ഈ കരട് രൂപരേഖയിൽ ചില കാര്യങ്ങളിൽ പത്മപ്രിയ എതിർപ്പ് പ്രകടിപ്പിച്ചു. അതിൽ പ്രധാനപ്പെട്ടത് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇതിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ഈ കരട് രൂപരേഖയിൽ മാറ്റം വേണം എന്നാണ് പത്മപ്രിയ ആവശ്യപ്പെട്ടത്. പക്ഷേ മന്ത്രി അത് നൽകിയ മറുപടി, ഇതുവരെയുള്ള യോഗങ്ങളിലൊന്നും കൃത്യമായി പങ്കെടുക്കാതെ ആദ്യമായി വന്ന് എതിർപ്പ് പറയുന്നതിൽ എന്തർത്ഥമെന്നാണ് മന്ത്രി ചോദിച്ചത്. ഇതാണ് പിന്നീട് തർക്കത്തിലേക്ക് വഴിവെച്ചത്. ആ സമയത്ത് പിന്നീട് വലിയ തർക്കത്തിലേക്ക് പോകുന്ന മുമ്പേ തന്നെ ഇത് ചലച്ചിത്ര അക്കാദമി ചെയർമാനായി പ്രവർത്തിക്കുന്ന പ്രേംകുമാർ അടക്കമുള്ള ആളുകളുണ്ട്, മധുബാൻ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതിൽ തർക്കത്തിലേക്ക് പോയപ്പോൾ അവരാണ് ഇത് ഇടപെട്ടത്. അതിൽ മുതിർന്ന അംഗങ്ങൾ ഇടപെട്ട് ഈ തർക്കം ആ സമയത്ത് തന്നെ തണുപ്പിക്കുകയും ചെയ്തു. എന്തായാലും ഇക്കാര്യത്തിൽ മന്ത്രി അതിനുശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമായി പറയുകയും ചെയ്തു. ഈ കരട് രൂപരേഖയിൽ നിലവിൽ യാതൊരു മാറ്റങ്ങളും ഉണ്ടാകില്ല. അത് അതേപടി തന്നെ വരുന്ന ഓഗസ്റ്റിൽ നടക്കുന്ന 2-3 തീയതികളിൽ ശങ്കരനാരായണ തമ്പി ഹാളിലാണ് ഈ കോൺക്ലേവ് ചേരുക. അത് കൃത്യമായി തന്നെ ഇത് അവതരിപ്പിക്കും. അതിനുശേഷം അതിലെ ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകും. 7 പാനൽ ഡിസ്കഷനുകളാണ്, അതിന്റെ ചർച്ചകളൊക്കെ ഉണ്ടാകും. എന്തായാലും ഇത്തരത്തിൽ പ്രധാനമായും ഉള്ള എല്ലാ വിഷയവും പരിഗണിച്ച് പോകുന്നുണ്ട് എന്നാണ് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തത്. നിലവിൽ എന്തായാലും ഈ കരട് രൂപരേഖയിൽ മാറ്റം ഉണ്ടാകില്ല എന്നാണ് മന്ത്രി ഇന്ന് വാർത്താ സമ്മേളനം വ്യക്തമാക്കിയത്. പക്ഷെ അതിനു മുമ്പ് നടന്ന യോഗത്തിലാണ് ഇത്തരത്തിലൊരു എതിർപ്പ് പത്മപ്രിയ പ്രകടിപ്പിച്ചത്. തർക്കത്തിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ മുതിർന്ന അംഗങ്ങളും താരങ്ങളും ഒക്കെ ഇടപെട്ട് ആ തർക്കത്തെ തണുപ്പിക്കുകയാണ് ചെയ്തത്. എന്തായാലും വരുന്ന 2-3 തീയതികളിലും ഇത് ചർച്ചയാകുമ്പോൾ, ഈ കോൺക്ലേവിൽ ചർച്ചയാകുമ്പോൾ വീണ്ടും ഒരു തർക്കമോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. എന്തായാലും ഓഗസ്റ്റ് മാസം 2-3 തീയതികളിലാണ് ഈ കോൺക്ലേവ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. സിനിമാ മേഖലയിലെ പ്രമുഖരായ ആളുകൾ ഉൾപ്പെടെ. മാത്രമല്ല, ഈ രാജ്യത്ത് 17 സംസ്ഥാനങ്ങളിൽ ഈ സിനിമാ നയം രൂപീകരിച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. അങ്ങനെ സിനിമാ മേഖലയിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉൾപ്പെട്ട് 500 പേരാണ് ഈ കോൺക്ലേവിൽ പങ്കെടുക്കുക. അതിൽ ഈ വിഷയങ്ങളെല്ലാം ചർച്ചയാകുമെന്നാണ് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും കരട് രൂപരേഖയിൽ ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. വരുന്ന കോൺക്ലേവിലും അതൊരു അഭിപ്രായ വ്യത്യാസങ്ങളിൽ പോകുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുക. ബിനിൽ. ഓക്കെ, വ്യക്തമാണ്. ബിനിൽ ലീല സാബുവാണ് വിവരങ്ങൾ നൽകിയത്.